ഫിസിക്സ് വാല എല്ലാ മക്കൾക്കും ഫിസിക്സ് വാലയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മിന്നൽ SSLC ബാച്ച് അങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഷോർട്സ് എടുത്താലും വീഡിയോസ് എടുത്താലും ലൈവ് എടുത്താലും കുട്ടികൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കാര്യമാണ്, മിസ് എപ്പോഴാണ് നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്യുക, നമ്മുടെ ബാച്ച് ക്ലാസ്സസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾക്ക് ബാച്ച് ഉണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. അപ്പൊ മക്കളെ അതിനൊക്കെ ഒരു ആൻസർ ആയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മിന്നൽ SSLC ബാച്ച് അങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 2026-27 അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ് എഴുതാൻ പോകുന്ന എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബാച്ച്. ഒരുപാട് എന്താണ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്നായി ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് മക്കളെ പറയുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, 999 അല്ലെ, വെറും 1000 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 1000 രൂപയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ബാച്ചിൽ കിട്ടും നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്ന സമയത്ത് ബാച്ച് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ മെയിൻ ആയിട്ടെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ബോർഡ് എക്സാം എഴുതുന്ന നമ്മുടെ സാധാരണ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് എന്ത് ചെയ്യാം, വെറും 999 രൂപയ്ക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. രണ്ടാമതായിട്ട് നമുക്കറിയാം ഒരു സബ്ജക്റ്റ് അല്ല, കഴിഞ്ഞ വർഷമൊക്കെ കുട്ടികൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്, മിസ്സേ ഫിസിക്സിന്റെ സാർ ഇല്ലേ, ഹിന്ദിയുടെ സാർ ഇല്ലേ, മലയാളം ഇല്ലേ, അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വർഷം വന്നിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റിനും ഒരു സബ്ജക്റ്റ് പോലും വിടാതെ എല്ലാ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രാവശ്യം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, എല്ലാ സബ്ജക്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, എവിടെ ഈ ക്ലാസ്സസ് ലഭിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. PW ആപ്പിലാണ് മക്കളെ എന്ത് ചെയ്യുക, നമുക്ക് ഈ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കാം. ഈ ക്ലാസ്സസിൽ എങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ PW ആപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസും ഷോർട്സ് ഒക്കെ പോയിട്ടുണ്ട്. അതൊക്കെ റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ബാച്ച് ജോയിൻ ചെയ്തോളാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ്സസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ക്ലാസ്സസിന്റെ സ്ലൈഡ്സ് അല്ലെ, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്ലൈഡ്സ് യൂസ് ചെയ്യും. അത് PDF ഫോമിലായിട്ട് നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്താണ് മക്കളെ, നമുക്കറിയാം ഈ ക്ലാസ്സസ്, അതായത് ഏതൊക്കെ ക്ലാസ്സസ് എപ്പോഴൊക്കെ ആയിരിക്കും എന്നുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കണം അല്ലേ. അപ്പൊ വീക്ക്ലി ബേസിസ് നമ്മൾ എന്തായിരിക്കും, ആപ്പിൽ തന്നെ നമുക്ക് ഈ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്താ പറയാ, നമുക്ക് വീക്ക്ലി ടെസ്റ്റ് അല്ലെ, കുട്ടികൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, മിസ് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണം, പഠിക്കാൻ ക്വസ്റ്റ്യൻസ് വേണം, പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ക്വസ്റ്റ്യൻസ് വേണം. അപ്പം അതിനുള്ള സൊല്യൂഷൻ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി ടെസ്റ്റ് നമ്മൾ നടത്തുന്നതായിരിക്കും. അതായത് ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ ആ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ പാകത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അടങ്ങിയിരിക്കുന്ന ഒരു വീക്ക്ലി ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, നമ്മൾ നടത്തുന്നുണ്ടാവുക. പിന്നെ എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, അതും കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ആണ്. ജൂൺ 1-ാം തീയതി, അതായത് നിങ്ങൾ സ്കൂൾ തുറക്കുന്ന അതേ ദിവസമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളെ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാരലി രണ്ടും കൂടെ കൊണ്ടുപോകാം അല്ലെ. ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് അത് ക്ലിയർ ചെയ്ത് തറവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോവാം. പിന്നെ എന്താണ് മക്കളെ, എപ്പോഴാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് എൻഡ് ചെയ്യുന്നത്, നമ്മളറിയാം ഒരു 31 ജനുവരി, മാർച്ചിലായിരിക്കും നമ്മൾ എക്സാം എന്ന് അറിയാം. പക്ഷെ ഒരു 31 ജനുവരി ആകുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് പോർഷനും കവറപ്പ് ചെയ്ത് 31 ജനുവരി മുതൽ നമ്മൾ എക്സാം എന്നാണോ അന്ന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, റിവിഷൻ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. ആ റിവിഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 100 ഷോർട്ട് ക്വസ്റ്റ്യൻസ്, 50 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അതിനുശേഷമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് എപ്പം വരെ ഈ ബാച്ച് അസസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളെ ക്ലാസ് ജനുവരി 31 കഴിഞ്ഞാൽ കൂടെ നമുക്ക് മാർച്ച് 31 വരെ എന്താണ് ആപ്പ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം പിന്നെയുള്ള മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് ടോപ്പ് ഫാക്കൽറ്റീസ് ആണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, ക്ലാസ് എടുക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് DPPs, അതായത് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് വിത്ത് വീഡിയോ സൊല്യൂഷൻസ് ആയിരിക്കും. അതായത് ഹോംവർക്കും കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും അതെന്ത് ചെയ്യും, വീഡിയോ സൊല്യൂഷൻ ആയിട്ട് എന്താണ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്താണ് മക്കളെ, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് വിത്ത് സൊല്യൂഷൻസ്. ഓക്കെ, നമ്മൾ വേറെ എവിടെയും പോലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അങ്ങനെ പോവുകയില്ല, വിത്ത് സൊല്യൂഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് മക്കളെ, 24/7 ഡൗട്ട് സെഷൻ ഉണ്ട് അല്ലേ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇപ്പം എന്തെങ്കിലും കോണ്ടന്റ് ഏരിയ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് മക്കളെ 24/7 ഡൗട്ട് സപ്പോർട്ട്. ഓക്കെ, ആൻഡ് അടുത്തെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം നോട്ട്സ്. അതായത് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലെക്ചർ PPTs ഉണ്ടാവും അല്ലേ, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യും.
ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ലൈവ് മാർക്സ് ഫോക്കസ് ക്ലാസ്സസ് വിത്ത് ദ ക്ലിയർ കോൺസെപ്റ്റ് എക്സ്പ്ലനേഷനിലെ ക്ലിയർ തറവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഓരോ കോൺസെപ്റ്റും നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ എന്താണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു റെക്കോർഡഡ് ലൈവ് സെഷൻ അസസ് ചെയ്യാം. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരികയാണെങ്കിൽ ഈ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസ് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ എന്താണ് മക്കളെ, കംപ്ലീറ്റ്ലി എന്താണ് എക്സാം ഓറിയന്റഡ് പ്രിപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ടേം എക്സാം ഉണ്ട്, സെക്കൻഡ് ടേം എക്സാം ഉണ്ട്. ഇതിനൊക്കെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രത്യേക റിവിഷൻ സെഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താണ്, ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് PYQs അല്ലേ. നമ്മളെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് ഒക്കെ തന്നെ ഇപ്പൊ അടുത്ത് മാറി വന്നതാണ്. PYQസിനൊക്കെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ കൂടെ നമ്മൾ എല്ലാ PYQസും അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ PYQസും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താണ്, മോക്ക് പേപ്പർ വിത്ത് സൊല്യൂഷൻ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ, അതായത് ഈ തൊട്ടുപോയ വർഷം, അതായത് ഇന്നലെ 10ാം ക്ലാസ് റിസൾട്ട് വന്ന മക്കൾക്ക് അവർക്ക് വേണ്ടി നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നു. അതിലൊക്കെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് അതുപോലെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, നമ്മൾ ഇവിടെയും അങ്ങനത്തെ മോക്ക് പേപ്പർ സൊല്യൂഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് എന്ത് പറയാം, മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ആൻസർ കീ റൈറ്റിംഗ് മാസ്റ്ററി. അതായത് നമുക്കറിയാം എങ്ങനെ ഒരു ആൻസർ പേപ്പർ എഴുതണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, ആൻസർ പേപ്പർ പ്രസന്റേഷൻ എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ആപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 24/7 ഡൗട്ട് സപ്പോർട്ട് ഉണ്ട്. മൈൻഡ് മാപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചാപ്റ്ററിലെ മൈൻഡ് മാപ്പ് നോക്കുമ്പോൾ തന്നെ ആ ചാപ്റ്ററിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ മൈൻഡ് മാപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മൈൻഡ് മാപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് മക്കളെ റിവിഷൻ നോട്ട് അല്ലെങ്കിൽ ഫോർമുല ഷീറ്റ് അല്ലെ. മാത്സിലൊക്കെ ഫോർമുല ഷീറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഫോർമുല ഷീറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്താണ്, റിവിഷൻ നോട്ടുകൾ നമ്മളെ സൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കരിയർ ഗൈഡൻസ് അല്ലെ, 10ാം ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് മക്കളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് മക്കളെ നമ്മുടെ ആപ്പിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വളരെ അടിപൊളിയായിട്ടുള്ള ഫീച്ചറാണ്. മറ്റു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. കാരണം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി നമുക്ക് ലഭിച്ചെന്ന് വരില്ല. വെറും 999 രൂപ, അത് 999 ആണ് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ബാച്ച് അവൈലബിൾ ആവുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് ഇത് യൂട്ടിലൈസ് ചെയ്ത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിക്കുക.